നമസ്കാരം. ഇന്ന് ആഗസ്റ്റ് 15 നമ്മുടെ രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. സ്വാതന്ത്ര്യം എന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. സ്വാതന്ത്ര്യദിനം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ്. കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷുകാർ 18ാം നൂറ്റാണ്ടോടെ തങ്ങളുടെ സൈനിക ശക്തിയിലൂടെ ഇന്ത്യയെ കീഴടക്കി ഭരിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷുകാരെ ഓടിക്കുന്നതിനു വേണ്ടി പലതരത്തിലുള്ള സമരതന്ത്രങ്ങളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ പുറത്തെടുത്തത്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളെയും അവർ രാജ്യത്തിനായി നടത്തിയ പോരാട്ടങ്ങളെയും ഓർമ്മിക്കാനുള്ള അവസരമാണ് ഓരോ സ്വാതന്ത്ര്യ ദിനവും നമുക്ക് നൽകുന്നത്. ഇന്ന് 2024 നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമ്മുടെ രാജ്യം പുരോഗതിയുടെ പടവുകൾ എത്രയോ കയറിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വൈദ്യശാസ്ത്രം, വിദ്യാഭ്യാസം, പ്രതിരോധം, വാർത്താവിനിമയം എന്നീ മേഖലകളിൽ ഇന്ത്യ എല്ലാം അസൂയാവഹമായ നേട്ടം കൈവരിച്ചിരിക്കുന്നു. ചന്ദ്രയാനും മംഗൾയാനും മറ്റു രാജ്യങ്ങളുമായുള്ള ഉറച്ച നയതന്ത്ര ബന്ധങ്ങളും ശക്തമായ സൈന്യവുമെല്ലാം നമ്മൾ എത്തിപ്പിടിച്ച നേട്ടങ്ങളാണ്. നിർഭാഗ്യവശാൽ ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ നമ്മുടെ രാജ്യത്ത് ചിലപ്പോഴെങ്കിലും കലുഷിത സാഹചര്യങ്ങൾ ഉരുത്തിരിയുന്നു. സ്ത്രീ പീഡനങ്ങളും അഴിമതിയും ആവർത്തിക്കുമ്പോൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം നാം ദുരുപയോഗം ചെയ്യുന്നുവോ എന്ന് സംശയിച്ചു പോകുന്നു. ഇവ ഇന്നിൻ്റെ ഒരു നേർചിത്രമായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അഭിമാനിക്കാനും ധാരാളമുണ്ട് എന്നത് മറന്നുകൂടാ. ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചുപോയപ്പോൾ ജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും സൈന്യവും സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ഇന്ത്യ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. കവി പറയും പോലെ, ആണ്ടേക്കൊരിക്കലൊരാഗസ്തു 15 അരുമയായി നുണയേണ്ട മധുരമോ ഭാരതം. അല്ല, അത് നമ്മുടെ രക്തവും വികാരവുമാണ്. അഴിമതിയും ഭിന്നതകളും കലഹങ്ങളും ഇല്ലാത്ത ഇന്ത്യ, അതാണ് എൻ്റെ സ്വപ്നം, നമ്മുടെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഹ്വാനത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.